ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരുപാട് വാക്പോര് കണ്ടു. പക്ഷേ ഇതിലും വലിയ വാക്പോര് വരാനിരിക്കുന്നേ ഉള്ളൂ. സാമ്പിൾ വെടിക്കെട്ടാണെന്ന് തോന്നുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് തത്സമയം ചേരുന്നു. പറയൂ ശ്രീജിത്ത്, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഇന്നത്തെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. 3 പേരും ശക്തമായി പ്രതികരിക്കുന്നു നമ്മൾ കണ്ടു. CPM BJP ഡീൽ എന്ന ആരോപണത്തിൽ നിന്ന് പ്രതിരോധിക്കുന്നതിനായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു രീതിയാണ് ഇന്ന് തിരഞ്ഞെടുത്തത്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിട്ട് ആക്രമിക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ സ്വീകരിച്ച ഒരു ശൈലി. മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം പ്രൊഫഷണൽ ഏജൻസികളെ വെച്ചുകൊണ്ട് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള നുണകൾ പ്രചരിപ്പിക്കുകയാണ്. അതിന് ഏജൻസികളുടെ സഹായം തേടുന്നു എന്ന് മാത്രമല്ല, നേതാക്കളും അത്തരത്തിലുള്ള നുണകൾ ആവർത്തിക്കുകയാണ്. സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ വിമർശനം വരിക സ്വാഭാവികമാണ്. എന്നാൽ അത്തരത്തിലുള്ളൊരു വിമർശന വേലിയേറ്റമൊന്നും ഇപ്പോഴും സർക്കാരിനെതിരെ കൊണ്ടുവരാൻ ഈ UDFന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നുണകളുടെ ഒരു കൂമ്പാരം കെട്ടഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിനായി മറ്റ് ഏജൻസികളെ സ്വാധീനിക്കുന്നു, അവരെ ഉപയോഗിക്കുന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച കാരണം. അപ്പോൾ സർക്കാരിനെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണ്, നുണകളാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. എന്നാൽ പ്രതിപക്ഷമാകട്ടെ മുഖ്യമന്ത്രിയെയും CPIനെയും ഒക്കെ CPM BJP ധാരണ എന്ന ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിച്ച കാര്യം മുഖ്യമന്ത്രി പറയുന്നത് തീർത്തും തെറ്റായ കാര്യങ്ങളാണ്. മാത്രമല്ല പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് ഇരട്ട സമീപനമാണുള്ളത്. അതുകൊണ്ട് ഇരട്ടച്ചങ്ങ എന്ന പേരിനേക്കാൾ യോജിക്കുന്നത് ഇരട്ടത്താപ്പൻ എന്ന പേരാണ് എന്ന തരത്തിലുള്ള കടുത്ത ആക്രമണം തന്നെ VD സതീശൻ നടത്തി. രമേശ് ചെന്നിത്തലയാകട്ടെ കോൺഗ്രസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന നറേറ്റീവ് CPM BJP ധാരണ എന്ന നറേറ്റീവിലേക്ക് കാര്യങ്ങളെ ഉറപ്പിച്ചു നിർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിയത്. അതുകൊണ്ട് വലിയ തോതിലുള്ള ധാരണ ഇവർക്കിടയിലുണ്ട്. കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമമുണ്ട് എന്ന കാര്യമാണ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വാക്പോരുകളുമായി തെരഞ്ഞെടുപ്പ് രംഗം കൈയടക്കുന്നതാണ് ഇന്ന് കണ്ടത്. എന്തായാലും CPM BJP ഡീൽ എന്നതിനേക്കാൾ ഉപരി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് വാക്പോരിലേക്ക് വന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.